ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹണ്ടർ ആൻമി സീരീസിലെ മൂന്നാമത്തെ സീസണിലെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇതിനു മുന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ആ ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അതിന് കാരണം എന്തെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം നമ്മൾ 3 മാസത്തോളം ഇപ്പോൾ അടുപ്പിച്ച് വീഡിയോ ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, നമ്മൾ ഇനി ഡെയിലി വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു ആർക്ക് എന്ന് പറയുന്ന ഒരു കിടിലൻ ആർക്ക് തന്നെയാണ്. അതിന് കിട്ടേണ്ട ആ ഒരു അംഗീകാരം നിങ്ങളാണ് തരേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്കാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എപ്പിസോഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കാണിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും മാഫിയ ബോസൊക്കെ ചേർന്ന് ഒരു കൊട്ടേഷൻ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടീമിന്റെ പേരാണ് ഷാഡോ ബീസ്റ്റ്. ആ ഒരു ഷാഡോ ബീസ്റ്റിലെ 4 മെമ്പേഴ്സ് ഇപ്പോൾ വോഗിൻ എന്ന് പറയുന്ന ഫാൻഡർ മെമ്പറായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു 4 ഫാൻഡർ മെമ്പേഴ്സിനും ഇപ്പോൾ അറിയില്ല അവരിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ഫാൻഡർ മെമ്പറായിട്ടുള്ള ഓഗിനെതിരെയാണെന്ന്. ഇതേ സമയം നമ്മൾ ഓഗിൻ എന്ന് പറഞ്ഞ മെമ്പറിനെ നോക്കുകയാണെങ്കിൽ, തനിക്കെതിരെ വന്ന എല്ലാ ആൾക്കാരും അടിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ സ്ക്രാച്ച് പോലും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് തൻ്റെ മുന്നിലോട്ട് ഷാഡോ ബീസ്റ്റുകൾ വരുന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ ഒട്ടും വായിക്കാതെ, നിങ്ങൾ എവിടെയാണ് വ്യാപാര വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് ഷാഡോ ബീസ്റ്റിൽ ഒരുത്തൻ തിരിച്ച് ഓഗിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വന്ന ഗസ്റ്റുകളൊക്കെ എന്താണ് ചെയ്തത്? അപ്പോൾ ഓഗിനാണെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയാണ്, ഞങ്ങൾ അവരെ കൊന്നു. ഇനി പറ, നിങ്ങൾ എവിടെയാണ് വ്യാപാര വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്നത്? അപ്പോഴാണ് ഓഗിന്റെ കാലിന്റെ അടിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഷാഡോ ബീസ്റ്റ് വരികയും എന്നിട്ടാണ് തിരിയാൻ സമയം കൊടുക്കുന്നതിന് മുമ്പേ അവന്റെ മുഖത്തോട് ഒരു പഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ അവൻ പഞ്ച് ചെയ്തതിനു ശേഷം അവന്റെ കൈ നോക്കുമ്പോൾ ആകെ ഞെളിങ്ങിയിരിക്കുന്നു. ഇതേ സമയം ഓഗിനും വിട്ടുകൊടുത്തില്ല, തിരിച്ച് അവന്റെ മുഖത്തോട്ട് നല്ലൊരു പഞ്ച് വെച്ചു കൊടുത്തു. അതാണെങ്കിലോ ഒരൊന്നര പഞ്ചായിരുന്നു. അതേറ്റപ്പത്തിനും അവന്റെ മുഖത്തിന് ഷേപ്പ് ആകെ മാറിപ്പോവാണ്. പക്ഷേ എന്നിട്ടും ആ ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പർ വിട്ടുകൊടുത്തില്ല. അവനാണെങ്കിൽ ഉവോഗിന്റെ കൈ പിടിച്ചതിന് ശേഷം ഒരു മണ്ണിരയെ പോലെ മണ്ണിന്റെ അടിയിലോട്ട് പോവുകയാണ്. ഇതേ സമയം ഉവോഗിനാണെങ്കിൽ ചിരിക്കുകയാണ്. കാരണം അവനാണെങ്കിൽ അവന്റെ ബോഡിയിലെ എല്ലാ ഓറയും അവന്റെ കയ്യിലോട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു പഞ്ച് ഗ്രൗണ്ടിലോട്ട് കൊടുക്കുകയാണ്. അതായത് ആ ഒരു മണ്ണിന്റെ അടിയിൽ നിൽക്കുന്ന ഷാഡോ ബീസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി. ഉവോഗിനടിച്ച ആ ഒരു പഞ്ച് കാരണം അവിടെ ഒരു വലിയ കുഴി തന്നെ ഉണ്ടാവുകയാണ്. അത് മാത്രമല്ല ഉണ്ടായത്, ഇപ്പോൾ ഉവോഗിൻ ചെയ്തത് ഏറ്റവും വലിയ അവൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ ഈ ഒരു വലിയ പഞ്ച് ചെയ്ത കാരണം തന്നെ അവൻ്റെ ഷർട്ടൊക്കെ ആകെ കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ അവൻ്റെ ബാക്കിൽ ചെയ്ത ആ ഒരു ടാറ്റു അവിടെ റിവീൽ ആവുകയാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അതിനിപ്പോൾ എന്താ വലിയ മിസ്റ്റേക്ക് എന്നൊക്കെ. അത് മറ്റൊന്നുമല്ല, നമ്മളെ കുറാപ്പികയും ഈ ഒരു ഫൈറ്റ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ കുറാപ്പിക ഇവൻ്റെ ബാക്കിലുള്ള ഈ ഒരു ടാറ്റു കാണുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും, ഷാഡോ ബീസ്റ്റ് മെമ്പേഴ്സിനും പിന്നെ കുറാപ്പിക ഉൾപ്പെടെ എല്ലാവർക്കും ഇപ്പോൾ ഇവർ നേരിടുന്നത് വോഗിൻ എന്ന് പറയുന്ന ഫാൻഡർ മെമ്പറിനെതിരെയാണെന്ന് മനസ്സിലാവുകയാണ്. ആ ഒരു വലിയ പഞ്ചിന് ശേഷം അവിടെ നിന്ന ഷാഡോ ബേസ് മെമ്പറിനോട് അവൻ ചോദിക്കുകയാണ്, ഓക്കെ ഇനി അടുത്തത് ആർക്കാണ് ചാവേണ്ടത്? അവർ പെട്ടെന്ന് തന്നെ മുന്നിലോട്ട് വായോ. പക്ഷെ എന്നിട്ടും ഷാഡോ ബീസ്റ്റ് മെമ്പേഴ്സും വിട്ടുകൊടുക്കില്ല. അടുത്തത് ചാവാൻ പോകുന്നത് മറ്റാരല്ല പക്ഷേ നീയാണ് എന്നും പറഞ്ഞ് 3 ഷാഡോ ബീസ്റ്റ് മെമ്പേഴ്സും അവനെതിരെ ചാടുകയാണ്. അത് കണ്ട് വോഗിനെ നോക്കിയിരുന്നില്ല, നല്ലൊരു പഞ്ച് അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവന്റെ കൈ എന്തോ തടയുന്നത് പോലെ അവന് തോന്നുകയാണ്. അതെന്താണ് നോക്കുന്ന സമയത്ത് ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പർ തന്റെ മുടി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ശേഷം ഉവോഗിന്റെ കൈന്റെ നേർക്ക് ആകെ ചുറ്റി ഘടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ അവന്റെ ഒരു കൈ അനക്കാൻ പറ്റുന്ന സമയത്ത് മറ്റൊരു ഷാഡോ ബീസ്റ്റ് മെമ്പർ ചെന്നായുടെ പോലത്തെ അവന്റെ പല്ല് ഉവോഗിന്റെ കഴുത്തിന് നേരെ കടിക്കുകയാണ്. പക്ഷേ ഉവോഗിനാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും അവന്റെ കൈന്റെ മേലെ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു മുടി അവനക്ക് എടുത്തു മാറ്റാൻ കഴിയുന്നില്ല. അപ്പൊ ഉവോഗിനാണെങ്കിൽ അവനെ തന്നെ യൂസ് ചെയ്തൊരു പഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ അതും പാളി പോവുകയാണ്. അങ്ങനെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു മെമ്പർ ആണെങ്കിൽ വീണ്ടും വന്ന് കടിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഉവോഗിന്റെ സ്കിൻ എന്ന് പറയുന്നത് ഒരു ഇരുമ്പ് പോലെയാണ്. അത് പല്ലുകൊണ്ട് കടിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മളെ ഉവോഗിൻ തന്നെ കാണുന്നത്. അങ്ങനെ ഉവോഗിൻ അവൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ബോഡി സ്റ്റക്കായ പോലെ അവന് തോന്നുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മെമ്പർ കടിച്ചില്ലേ, അപ്പോഴാണെങ്കിൽ അവന്റെ പല്ലിന്റെ മേലെ ഒരു പോയിസൺ ഉണ്ടായിരുന്നു. ആ പോയിസൺ ആണെങ്കിൽ അവന്റെ ബോഡിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അവൻ അപ്പോൾ തന്നെ ആ ഒരു സ്പോട്ടിൽ ഡെഡ് ആവും. പക്ഷേ യുവോഗിനായ കാരണം മാത്രമാണ് അവൻ ഇത്ര നേരം പിടിച്ചിരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു മെമ്പർ വന്നിട്ട് നേരത്തെ ആ ഒരു മെമ്പർ കടിച്ച ആ ഒരു ഭാഗത്ത് കൂടെ അവന്റെ വായയിൽ നിന്ന് ഒരട്ട പോലത്തെ എന്തോ ഒരു ജീവി ഉവോഗിന്റെ മേലെയുള്ള ഒരു മുറിവിലൂടെ ഉള്ളിലേക്ക് കയറി പോകുന്നു. ഒന്നാമത് ഉവോഗിന് പോയിസൺ കാരണം അനങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ മേലെ കൂടെ അവന്റെ ബോഡിയുടെ ഉള്ളിലേക്ക് അട്ടയൊക്കെ കയറിപ്പോയാൽ എന്തായിരിക്കും ഒരു മനുഷ്യന്റെ അവസ്ഥ? ഈ ഒരു അവസ്ഥയിൽ ഉവോഗി നിൽക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിലേക്ക് അട്ടയാക്കിയ ആ ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പറില്ലേ, അവനാണെങ്കിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉവോഗിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പോലെ. അത് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഉവോഗിനാണെങ്കിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ, അവന്റെ പല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പറിന്റെ തലയുടെ പകുതി അവിടെ കടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് ചവച്ച് തിന്നുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ
ബ്രൂട്ടലായിക്കൊണ്ട് പറയാണ്, എൻ്റെ കഴുത്തിന് മേലെ എന്തൊക്കെയുണ്ടോ അത് മാത്രം മതി എനിക്ക് നിങ്ങളെ ഡിഫീറ്റ് ചെയ്യാൻ. സോ ഈ ഒരു സീൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന നമ്മളെ കുറാപ്പിക്കുകയാണെങ്കിൽ അവൻ്റെ കമ്പാനിയൻസിനോട് പറയാണ്, എന്തായാലും ഷാഡോ ബീസ്റ്റ് ഇവിടെ നിന്ന് തോൽക്കും. അപ്പോൾ ആ ചെന്നാട പോലത്തെ പല്ലുള്ള ഷാഡോ ബീസ്റ്റ് മെമ്പർ ആണെങ്കിൽ ഞാൻ എന്തായാലും ഇത്ര ദൂരം നിൽക്കുകയാണ്, അപ്പോൾ എങ്ങനെ നിനക്ക് എന്നെ കടിക്കാൻ പറ്റുന്നത്? ഇത് കേട്ട് ഉവോഗിനാണെങ്കിൽ ആകെ ദേഷ്യം വരാണ്. അവൻ നേരത്തെ കടിച്ച ആ ഷാഡോ ബീസ്റ്റ് മെമ്പറിന്റെ സ്കള്ള് അതവൻ വയറ്റിൽ നിന്ന് അവൻ്റെ വായിലോട്ട് കൊണ്ടുവരും. നല്ല പവറിൽ നല്ല സ്പീഡിൽ ഊതാണ്. സോ ആ ഒരു സ്കള്ളാണെങ്കിൽ വെടിയുണ്ട പോലെ നല്ല സ്പീഡിൽ ആ ഷാഡോ ബീസ്റ്റ് മെമ്പറിന്റെ നേരൊക്കെ പോവാണ്. അതാണെങ്കിലോ ആ ഷാഡോ ബീസ്റ്റ് മെമ്പർ കൈ കൊണ്ട് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈ തുളച്ച് ആ ഒരു സ്കള്ളാണെങ്കിൽ അവിടെ കൊണ്ട് നിന്നില്ല, അത് പിന്നെയും പോയി ആ ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പറെ തലയുടെ ഉള്ളിലൂടെ തുളച്ച് കയറുകയാണ്. അങ്ങനെ ഇപ്പോൾ 2 ഷാഡോ ബീസ്റ്റ് മെമ്പേഴ്സ് ഓൾറെഡി ഡെഡായി കഴിഞ്ഞു. ഇനി ആകെ ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സോ ഇനി അവശേഷിക്കുന്ന ആ ഒരു മെമ്പർ വിചാരിക്കുകയാണ്, എന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്താലും ഞാൻ എന്തായാലും സർവൈവ് ചെയ്യും, എൻ്റെ ഹെയറിന് ഈ ഒരു സാധനങ്ങളൊക്കെ റിപ്പൽ ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്തുണ്ടാ പെട്ടെന്ന് വേറൊരു ഫാൻഡം ട്രൂപ്പ് മെമ്പർ പേടിച്ചിട്ട് അവൻ്റെ ചെവി പെട്ടെന്ന് പൊത്തുകയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാൻഡം ട്രൂപ്പ് മെമ്പേഴ്സും അവരവരുടെ ചെവി പൊത്തുകയാണ്. ഇപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ ചെവി പൊത്തിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇവർ എല്ലാവരും പൊത്തിയതിന് ശേഷം പെട്ടെന്ന് നല്ല ഉച്ചത്തിൽ ഊഗിൻ കിടന്ന് അലറാണ്. സോ ഊഗിൻ്റെ ആ ഒരു അലർച്ച കാരണം അവിടെ വലിയൊരു വേവ് തന്നെ ഉണ്ടാവുകയാണ്. എന്നിട്ട് ആ ഒരു ഷാഡോ ബീസ്റ്റ് മെമ്പറിന് അത്രയും വലിയൊരു സൗണ്ട് സഹിക്കാൻ കഴിയാത്ത കാരണം തന്നെ അവൻ്റെ ചെവിയിൽ നിന്ന് ബ്ലഡ് വരികയും അവൻ അവിടെ സ്പോട്ടിൽ ഡെഡ് ആവുകയും ചെയ്യുന്നു. സോ വളരെ ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇത്ര സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അവസ്ഥ നാലിച്ച് നോക്ക്. എന്നിട്ട് അവൻ്റെ കമ്പാനിയൻസ് തന്നെ അവനോടൊന്ന് ചൂടാവുന്നുണ്ട്. സോ ഊഗിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്ന 4 ഷാഡോ ബീസ്റ്റ് മെമ്പേഴ്സും ഇപ്പോൾ ഡിഫീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ കുറാപ്പിക ഊഗിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. ഇതറിഞ്ഞ നമ്മളെ ബോഡി ഗാർഡ്സിന്റെ ഹെഡ് ആണെങ്കിൽ കുറാപ്പികയെ തടുക്കുന്നു. നീ ഇപ്പോൾ കണ്ടതല്ലേ അവൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്, എന്നിട്ടും നിനക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ നമ്മുടെ കുറാപ്പിയുടെ കൺട്രോൾ ആകെ പോയിട്ടുണ്ട്. അവൻ ആകെ ദേഷ്യത്തിൽ ഊഗിനെ ക്യാപ്ചർ ചെയ്യണം എന്ന രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. സോ അത് തടയാൻ വേണ്ടി ബോഡി ഗാർഡ്സിന്റെ ഹെഡ് അവൻ്റെ പിന്നാലെ ഓടി വന്ന് അവനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മളെ കുറാപ്പിക അവൻ്റെ കൈൻ്റെ മേലെ കയറി പിടിച്ചിട്ട് അവനെടുത്ത് ചൂടാവാണ്. പക്ഷേ കുറാപ്പികളൊപ്പം വർക്ക് ചെയ്യുന്ന ആ ഒരു ബോഡി ഗാർഡ് മെമ്പർ ഇല്ലേ, അതാണെങ്കിൽ പെട്ടെന്ന് ഒരു ഫ്ലൂട്ട് വായിക്കുകയാണ്. ആ ഒരു ഫ്ലൂട്ട് വായിച്ചപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന അറ്റ്മോസ്ഫിയർ മാറുകയും ബോഡി ഗാർഡ്സിന്റെ ഹെഡിന്റെയും പിന്നെ നമ്മുടെ കുറാപ്പിയുടെയും മൈൻഡ് റിലാക്സ് ആവാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന എല്ലാ ടെൻഷനായിട്ടുള്ള ആൾക്കാരെയും റിലാക്സ് ആക്കി എടുക്കുന്നുണ്ട്. സോ അത് കാരണം നമ്മളെ കുറാപ്പിക അവരോട് താങ്ക് യു പറയുന്നുണ്ട്. പക്ഷേ ഇനി കുറാപ്പിക അവനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി തിരിച്ചു പോവില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സമയത്തുണ്ടാ പെട്ടെന്ന് കുറാപ്പിക ബോഡി ഗാർഡ്സിന്റെ ഹെഡിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ഇവനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും, എന്നെ നിങ്ങൾ പോവാൻ അനുവദിക്കണം, എൻ്റെ മേലിൽ ഒരു ചെറിയ വിശ്വാസമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പോവാൻ അനുവദിക്കണം. അപ്പോൾ നമ്മളെ ബോഡി ഗാർഡ്സിന്റെ ഹെഡ് ആണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പോകുന്നതിന് മുൻപായിട്ട് കുറാപ്പിക അവരുടെ ഒരു കാറ് റെഡിയാക്കി വെക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം കുറാപ്പിക അവനെ നേരെ നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഊഗിനും ഊഗിന്റെ ഫ്രണ്ട്സും തമ്മിലുള്ള സീനാണ്. സോ അവന്റെ ബോഡിയുടെ ഉള്ളിലേക്ക് അവരുടെ അട്ടയും പിന്നെ പോയിസണൊക്കെ കയറിയ കാരണം തന്നെ അവനോട് അവന്റെ ഫ്രണ്ട് പറയാണ്, നീ നാളെ ഈ സമയം വരെ കണ്ടിന്യൂസ് ആയിട്ട് ബീർ കുടിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യുകയും വേണം. സോ അതിനായി ബീർ മേടിക്കാൻ വേണ്ടി ഒരു മെമ്പറെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഊഗിന്റെ ബോഡിയിലുള്ള പോയിസൺ നീക്കാൻ വേണ്ടി ഷിസുക്കു എന്ന് പറയുന്ന മെമ്പറിന്റെ ആ ഒരു വെപ്പൺ യൂസ് ചെയ്ത് ആ ഒരു പോയിസൺ കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. പക്ഷേ പെട്ടെന്നുണ്ടാ എവിടെ നിന്നൊക്കെയോ കുറേ ചങ്ങലകൾ വന്നിട്ട് ഊഗിന്റെ ബോഡി ഫുള്ള് പൊതിയാണ്. ഊഗിനാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ അവനെ മേലോട്ട് വലിച്ചു കൊണ്ടുവന്നത്. പക്ഷേ മച്ചി എന്ന് പറയുന്ന വേറൊരു മെമ്പർ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയും ഒരു നീഡിൽ ഊഗിന്റെ മേലേക്ക് ഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള മെമ്പേഴ്സിനും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അവർ വിചാരിക്കുന്നത് ഇത് വേറൊരു ഷാഡോ ബീസ്റ്റിന്റെ പണിയാണെന്നാണ്. സോ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് ഊഗിനെ ഫോളോ ചെയ്ത് പോകാനും അവനെ തിരിച്ച് രക്ഷിക്കാനും തീരുമാനിക്കുകയാണ്. സോ അവരെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി നേരത്തെ മച്ചി എന്ന് പറയുന്ന മെമ്പർ നെൻ യൂസ് ചെയ്ത ഒരു നീഡിൽ ഊഗിന്റെ മേലെ ഘടിപ്പിച്ചിരുന്നു. സോ ആ ഒരു നീഡിലാണെങ്കിൽ ആരെങ്കിലും ഗ്യോ എന്ന ടെക്നിക് യൂസ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളെ കുറാപ്പിക്കയുടെ ടീം ഗ്യോ എന്ന ടെക്നിക് യൂസ് ചെയ്തതിന് മുന്നേ ഫാൻഡ് ട്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ ഊഗിനെ തിരിച്ചെടുക്കാൻ പ്ലാൻ ഇടുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഊഗിൻ ഡിഫീറ്റ് ചെയ്ത ആ ഒരു മെമ്പർ ഇല്ലേ, അവനാണെങ്കിൽ അവന്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഫോം വിളിച്ചിട്ട് അവനെ തോൽപ്പിക്കാൻ ഒരു അവസരം ലഭിക്കണമെങ്കിൽ നമ്മളെല്ലാ ഷാഡോ ബീസ്റ്റ് മെമ്പേഴ്സും വേണമായിരുന്നു എന്നും പറഞ്ഞ് വീണ്ടും അവന്റെ ബോധം പോവുകയാണ്. ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ഇപ്പൊ നടന്ന ഈ ചെയിൻ യൂസ് ചെയ്ത് ഊഗിനെ തട്ടിക്കൊണ്ടുപോയ കാര്യവും നമ്മളെ ഫാൻഡ് ട്രൂപ്പിലെ ബോസ് ആണെങ്കിൽ അപ്പോത്തിന് അറിയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് കുറാപ്പികയും പിന്നെ ബാക്കിയുള്ള ബോഡി ഗാർഡ് മെമ്പേഴ്സും ഊഗിനെ ചങ്ങലയിലിട്ട് പൂട്ടി കാറിൽ കൊണ്ടുപോകുന്നതാണ്. കാറിൽ ഇരുന്ന് പോകുമ്പോഴും അവനൊന്നും മുണ്ടാണ്ടിരിക്കുന്ന പോലില്ല. അവനാണെങ്കിൽ നിർത്താതെ നമ്മൾ കുറാപ്പികളുടെ അടുത്തവന് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല പറയുന്നത്, നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കിട്ടിയ ഒരു സുവർണ അവസരമാണിത്, ഇത് നിങ്ങൾ നല്ലപോലെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്നും പറഞ്ഞു പോകി നാക്കെടുത്തപ്പോഴത്തേനും നമ്മുടെ കുറാപ്പികയാണെങ്കിൽ ആ ഒരു ചങ്ങലയുടെ മുറുക്കം ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുകയാണ്.
എന്നിട്ട് അവനോട് പറയാണ് ഇനി നീ വാ തുറന്നാൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ കൊല്ലും. സോ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും കുറാപ്പിക എങ്ങനെയാണ് ഇത്രമാത്രം സ്ട്രോങ്ങർ ആയതെന്ന്. അവന്റെ ഈ ഒരു പവർ ഫാൻ ട്രൂപ്പ് മെമ്പേഴ്സിനെതിരെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റേ ബാക്കിയുള്ള ഏത് കാര്യത്തിന് ഉപയോഗിച്ചാലും നമ്മുടെ കുറാപ്പിക ആ ഒരു സ്പോട്ടിൽ ഡെഡ് ആവും. സോ ഇതൊരു കിടിലൻ എബിലിറ്റി തന്നെയാണ്, പക്ഷേ റിസ്ക് വളരെയധികം കൂടുതലുമാണ്. അങ്ങനെ ഈ ഒരു സീനോടി കാണിച്ചിട്ടാണ് നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്ന എപ്പിസോഡ് എന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറാപ്പികയും ഉബോഗയും തമ്മിലുള്ള ഫൈറ്റ് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, എങ്ങനെയാണ് അത്ര ആൾക്കാർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഫാൻ ട്രൂപ്പിലെ ഒരു മെമ്പർ പോലും അറിയാതെ എങ്ങനെയാണ് നമ്മളെ കുറാപ്പിക ഉബോഗിന്റെ മേലേക്ക് എങ്ങനെയാണ് ഈ ചങ്ങല ഘടിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരാം. അത് മാത്രമല്ല, പിന്നെ ഉബോഗിനെ തേടി വരുന്ന ഫാൻ ട്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ ആര് തടയും എന്നതിനുള്ള ആൻസർ ആയിട്ടാണ് അടുത്ത എപ്പിസോഡ് വരുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം മനസ്സിലായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെയും ബൈ.